ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട, ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന സങ്കല്പത്തെ ഭഗവത്ഗീതയുമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കിയിട്ടുള്ള വലിയൊരു ശതമാനം ആളുകൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ബ്രാഹ്മണൻ ആരാണ്? ബ്രാഹ്മണൻ മുമ്പ് ഇതേ ജ്ഞാനയജ്ഞത്തിൽ പഴയ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വജ്രസൂചികോപനിഷത്ത് എന്ന പേരിലൊരു ഉപനിഷത്ത് തന്നെയുണ്ട്. ആ ഉപനിഷത്തിലെ ചോദ്യം ആരാണ് ബ്രാഹ്മണൻ എന്നാണ്. ആരാണ് ബ്രാഹ്മണൻ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. ഉപനിഷത്തിലും അത് തന്നെയാണ് പറയുന്നത്, അല്ലാതെ ജാതി കൊണ്ടുണ്ടായവനാണ് ബ്രാഹ്മണൻ എന്നല്ല. അപ്പോൾ വജ്രസൂചികോപനിഷത്ത് ബ്രാഹ്മണൻ്റെ ലക്ഷണം പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപനിഷത്താണ്. അതുമാത്രമാണ് ആ ഉപനിഷത്തിലെ വിഷയം. ആരാണ് ബ്രാഹ്മണൻ എന്ന ചോദ്യം, ഇന്നതാണ് ബ്രാഹ്മണൻ എന്ന ഉത്തരം. അത് ഇപ്പം നമ്മൾ പറയുന്ന ഏതെങ്കിലും പൂണൂലിട്ട് ജാതിയുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നല്ല, അല്ലേ അല്ല. ഏതായാലും ഇവിടെ ഭഗവാൻ 18-ാം അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം കൊണ്ട് ശമോദമ തപശൗചം ക്ഷാന്തിരാർജവമേവച്ച് ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രാഹ്മം കർമ്മസ്വഭാവചം. അപ്പോൾ ബ്രാഹ്മണനെ നിർവചിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വഭാവം കൊണ്ടാണ്. അതെന്തൊക്കെയാണ്? ശമം, ദമം, തപ, ശൗചം, ക്ഷാന്തി, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ഇതൊക്കെയാണ്. അപ്പോൾ ആ സത്വഗുണപ്രധാനമായിട്ടുള്ളതാണ്, ജ്ഞാനത്തെയാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ എന്ന് വേദത്തിലും എവിടെയൊക്കെ ബ്രാഹ്മണ ശബ്ദം, വിപ്രശബ്ദമൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ജ്ഞാനത്തെ ജ്ഞാനി എന്ന് പറയുന്നതാണ്, അല്ലാതെ ഈ ജാതി ബ്രാഹ്മണനെ കുറിച്ച് പറയുന്നതല്ല. അങ്ങനെയുള്ള ജ്ഞാനികളെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, പൂജിക്കേണ്ടത് ഒക്കെ പറയുന്നു. അറിവിനെ നമ്മൾ പൂജിക്കണമല്ലോ. അതാണ് ആ ബ്രാഹ്മണനെ പൂജിക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഈ ജാതി ബ്രാഹ്മണനെ പൂജിക്കുന്ന കാര്യമേ അല്ല. എല്ലാവരോടും നമുക്ക് റെസ്പെക്റ്റ് വേണം, അത് വേറെ കാര്യം. പക്ഷെ ജ്ഞാനികളോട് നമുക്ക് എന്തു വേണം? ജ്ഞാനികളെ സ്തുതിക്കണം, നിന്ദിക്കരുത് ഇത്യാദിയൊക്കെ ധർമ്മശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്ന് പറയാം. അതുകൊണ്ട് സത്വം സംജായതേ ജ്ഞാനം എന്ന് ഗീതയിൽ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്വഗുണത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അതിന് ഏതെങ്കിലും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജാതിയോ മതമോ വർഗമോ ദേശമോ കാലമോ ഇതൊന്നും ബാധകമായിട്ടുള്ളതല്ല. അത് ഏത് ദേശത്തും ഏത് കാലത്തും ഏതാൾക്കും, ഏത് ജാതിക്കും ഏത് മതത്തിനും ഒക്കെ ഇത് അവകാശപ്പെടുക എന്നുള്ളതല്ല, ഈ ഒരു അവസ്ഥയിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സത്വഗുണം പ്രധാനമായി കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഈ ജ്ഞാനം തന്നെയാണ് ഇവിടെ ഗീതയിൽ എന്തു പറഞ്ഞത്? സത്വപ്രധാനിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ എന്നത് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ക്ഷത്രിയൻ്റെ, ഇപ്പോൾ ബ്രാഹ്മണൻ്റെ സ്വാഭാവികമായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇത് നിങ്ങളിൽ ആരിലെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ലക്ഷണം, ഇതൊരു അവസ്ഥയാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, അല്ലാതെ സർട്ടിഫിക്കറ്റിൽ എഴുതി വയ്ക്കുന്നതല്ല. നിങ്ങൾക്ക് ബ്രഹ്മസ്വം മഠത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ളതല്ല ഇവിടെ പറയുന്ന ബ്രാഹ്മണൻ്റെ ലക്ഷണം. ഇവിടെയും വജ്രസൂചികോപനിഷത്തും ഒക്കെ പറയുന്ന ബ്രാഹ്മണൻ്റെ ലക്ഷണം അങ്ങനെയാണ്. തുടർന്ന് ക്ഷത്രിയൻ്റെ കർമ്മത്തെക്കുറിച്ച് പറയുന്നു 43-ാമത്തെ ശ്ലോകത്തിൽ. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മസ്വഭാവജം. ക്ഷാത്രവീര്യമുള്ളവൻ്റെ ഒരു സ്വഭാവം എന്താണ്? ശൗര്യം, ശൂരത എന്ന് പറയാം. ശൂരസ്യ ഭാവം, അതായത് എന്തിനേയും നേരിടാനുള്ള സന്നദ്ധത. തേജ,
വീര്യം, പ്രതാപം എന്നൊക്കെയാണ് തേജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ധൃതി, ധൈര്യം, ദാക്ഷ്യം, ദക്ഷസ്യ ഭാവ ഇതി ദാക്ഷ്യം എന്ന. ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ്. സാമർത്ഥ്യം, മിടുക്ക്, അത് കുടിലത കൊണ്ടുണ്ടാവുന്നതല്ല. അതുകൊണ്ട് സാമർത്ഥ്യത്തെ ദാക്ഷ്യം. യുദ്ധേ അപലായനം, യുദ്ധത്തിൽ അപലായനം, പിന്തിരിഞ്ഞ് ഓടുക എന്നുള്ള പരിപാടിയില്ല. അതിനെ ഫേസ് ചെയ്യുമെന്ന് പറയാം. അത് ഏതാണെങ്കിലും മുന്നോട്ടേക്കാണ്, അല്ലാതെ ഇറങ്ങി ഓടുന്ന പരിപാടിയില്ല. അങ്ങനെ യുദ്ധേ അപലായനം അപി, പിന്തിരിഞ്ഞോടാതിരിക്കുക. അതുപോലെ ദാനം കൊടുക്കുന്നതിലും കേമനാണ്. ഈശ്വരഭാവഹാച്ച, ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ ഒരു യജമാന ഭാവം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണ നിപുണൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ താനൊരു എന്തിനും പോന്നവനാണ് എന്ന യജമാന ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് സ്വഭാവജം ക്ഷാത്രം കർമ്മ. ഇത്തരം കർമ്മം ക്ഷാത്രകർമ്മമാകുന്നു എന്ന് പറഞ്ഞാൽ ക്ഷത്രിയൻ്റെ കർമ്മമാകും. അപ്പോൾ ഇപ്പം നമ്മുടെ സമൂഹത്തെ, ഏത് ആധുനിക സമൂഹത്തെ, അത് യൂറോപ്പ് എടുത്താലും നമ്മുടെ ഏഷ്യൻ എടുത്താലും ഏത് ഉപഭൂഖണ്ഡത്തിലും സമൂഹജീവി എന്ന നിലയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഈ 4 ക്ലാസിഫിക്കേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിലാദ്യം പറഞ്ഞ ഒരു വിഭാഗം, ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗം, അവരേതാണ്? ഇന്നത്തെ കാലത്ത് അതിനെ വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് അവർ ചിന്തകരാണ്, വലിയ വലിയ എന്താ പറയുക, മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നു. ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ സ്വന്തമാക്കി വെക്കണം എന്നുള്ള ഉടമസ്ഥതാ ബോധങ്ങളോ കാര്യങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളോ ഇത്യാദികളോ ഒന്നുമില്ലാത്ത ഒരു മനസ്സിനെ ഒരു വലിയ ഉയർന്ന തലത്തിൽ വ്യാപരിപ്പിക്കുന്ന വലിയ മഹാത്മാക്കളായിട്ടുള്ള കവികളുണ്ട്, ജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ ചിലപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങളും അനുബന്ധങ്ങളായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കും. സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട്, മനുഷ്യൻ്റെ ക്ഷേമത്തിനു വേണ്ടി നിസ്വാർത്ഥമായി അഹോരാത്രം പണിയെടുക്കുന്ന ആളുകൾ. അവരുടെ ജീവിതം വളരെ ലളിതമായിരിക്കും, സിമ്പിളായിരിക്കും. അവരൊക്കെ ഈ ബ്രാഹ്മണ കർമ്മത്തിൻ്റെ ആളുകളാണ്. ഇന്നത്തെ ആധുനിക ഭാഷയിൽ ഗീതയിൽ പറഞ്ഞോ, കിണ്ടി വെള്ളം എടുത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ എന്ന്. കണ്ടോ നിങ്ങളത്? അങ്ങനെയുണ്ടോ? എന്താ പറഞ്ഞത്? മനസ്സിൻ്റെ അടക്കം, ശമം പ്രധാനമാണ്. ദമം, ബാഹ്യമായ ഇന്ദ്രിയങ്ങളുടെ അടക്കം. അതുപോലെയോ തപസ്. ഏതൊരു ശാസ്ത്രകാരനും എന്താ പറയുക ഉള്ളതാണ് തപസ്. ആ തപസ്സിലാണ് അവർ ആ സത്യം, അവരെന്താണോ ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്നത്. തപസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചമ്രം പടിഞ്ഞ് ഇരുന്ന് ചെതൽപ്പുറ്റ് വരിക എന്നുള്ളതല്ല. ഇപ്പോൾ സ്പേസിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സ്പേസ് ഷട്ടിലൊക്കെ ജീവിക്കുന്നവർ തപസ്സുള്ളവരാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു പരിപാടിയാണോ? നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്കൊക്കെ ഒന്ന് അങ്ങനെ പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നാലോചിക്കുക. അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരാഴ്ചത്തെ ട്രെയിനിങ് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിട്ടാണ് അവിടെ ഈ പോണ കാര്യം. അവരൊക്കെ താപസന്മാരാണ്. എന്തു സംഭവിക്കാം? ഒരുപാട് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അയ്യോ അച്ഛാ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് പിറകെ ഓടിക്കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ മൂപ്പരെ ഏർപ്പാടാക്കിയവരുണ്ടോ? ഇല്ല. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ട്. ആർജവമുണ്ട്, ക്ഷാന്തിയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ശാസ്ത്രകാരന്മാരിൽ കാണണം. അവർക്ക് വേണ്ട ഗുണങ്ങളുമാണ്.
അപ്പോൾ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ആരാണ് ഇന്നത്തെ കാലത്ത്, ആധുനിക കാലത്തെ ബ്രാഹ്മണർ? ഈ പൂണൂലിട്ടിട്ട് ഈ എന്താ പറയുക, മരണം നടക്കുന്നിടത്തും കല്യാണം നടക്കുന്നിടത്തും ഇങ്ങനെ ഓരോരോ കർമ്മങ്ങൾ നടത്തി അവിടുന്ന് ദക്ഷിണ മേടിച്ചു പോകുന്നവരാണോ ഇവർ? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഗീതയിൽ അങ്ങനെയാണോ പറഞ്ഞത്? നോക്കൂ, ഗീത എന്ത് മനോഹരമായിട്ടാണ് അവരുടെ നിർവചനം നൽകിയത്. അങ്ങനെ സദാ അതിൽ വ്യാപരിക്കുന്ന ഒരു കൂട്ടം ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഉണ്ട്. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നു, ശൗര്യം, തേജസ്, ധൃതി, ദാക്ഷ്യം, യുദ്ധേ, അപലായനം. ഇതൊക്കെ പൊളിറ്റീഷ്യൻസിന് വേണ്ട ഗുണങ്ങളാണ്. പൊളിറ്റീഷ്യൻസിന് വേണം. അതുപോലെ തന്നെ മിലിറ്ററി, ഏത് ഫോഴ്സ് ആണെങ്കിലും അതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. തലയാണ് ബ്രാഹ്മണൻ, കൈകളാണ് ക്ഷത്രിയൻ, ഉദരഭാഗങ്ങളാണ് വൈശ്യൻ, കാലാണ് ശൂദ്രൻ. ഉടനെ കാല് എന്ന് പറഞ്ഞാൽ എന്തോ നെഗറ്റീവായിട്ടുള്ളതാണ്. അങ്ങനെ എന്താണ്, പുരുഷ സൂക്തം ചൊല്ലുമ്പം ആ വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ, കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, ഉദരത്തിൽ നിന്ന് വൈശ്യൻ, തുടയിൽ നിന്ന്, ഉദരത്തിൽ നിന്ന് എന്നൊക്കെ പറയും. കാലിൽ നിന്നോ പദ്ഭ്യാം ശൂദ്രോ അജായത, ബ്രാഹ്മണോ മുഖമാസീത്, ബാഹൂരാജന്യകൃത ഊരു തദസ്യത് വൈശ്യ എന്ന് പറയുന്ന പുരുഷ സൂക്തം. ഉടനെ അതിൻ്റെ കാലിൽ നിന്ന് ശൂദ്രൻ. ഇത്ര യുക്തിവാദികളെ പോലെ ലോകത്തിൽ ഇങ്ങനെ വിവരദോഷികൾ വേറെ ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. യുക്തിവാദികളും അതെ, അന്ധമായ ഭക്തന്മാരും രണ്ടും ഒരേ തോളിൽ കൈയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. രണ്ടിനെയും ഒറ്റ വണ്ടിക്ക് കെട്ടാം, ഒരു മുഖം തോളിൽ വെച്ച് കൊടുക്കാം. എന്താ, രണ്ടു കൂട്ടർക്കും പഠനമില്ല. ഒരുത്തൻ അന്ധമായി വിശ്വസിക്കുന്നു, മറ്റവനോ അന്ധമായി എതിർക്കുന്നു. അന്തവും കുന്തവും ഇല്ലാത്തവരെ അവർ രണ്ടുപേരും. കാല് മോശപ്പെട്ടതാണെന്ന് ആരാ പറഞ്ഞത്? കാലില്ലെങ്കിലുള്ള നമ്മുടെ അവസ്ഥ എന്താ? കാല് എല്ലാറ്റിനും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ് കാല്. നമ്മൾ പറയുമല്ലോ, ഫൗണ്ടേഷൻ. നമ്മൾ എവിടെയാണ് പാദം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ ശരീരത്തെ തന്നെ സേവ ചെയ്യുന്നവനാ. എവിടെ വേണമെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന ആളാണ്. നമുക്ക് പ്രധാനപ്പെട്ടതല്ലേ? അത് വിരാട് പുരുഷൻ്റെ വർണ്ണനയിൽ പറയുന്നതാണത്. അതും മനസ്സിലാവാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പുരുഷ സൂക്തം വായിച്ചു നോക്കിയാൽ തന്നെ മതി. അപ്പോൾ ഈ ക്ഷത്രിയനെ കുറിച്ച് പറയുമ്പോഴോ, ഈ ആധുനിക ലോകത്ത് ഇതില്ലേ? ഈ പറഞ്ഞ ശൗര്യവും തേജസ്സും ധൃതിയും ദാക്ഷ്യവും യുദ്ധത്തിൽ പിന്തിരിഞ്ഞ്, ഈ യുദ്ധം സമയത്ത് തന്നെ നമുക്ക് ചിന്ത ചെയ്യാൻ വന്നത് നന്നായി. ഒരു ഈശ്വരഭാവം, യജമാനത്വം, ഇതെല്ലാം ക്ഷാത്രവീര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. എന്താണ് വൈശ്യലക്ഷണം? നോക്കാം. 44-ാമത്തെ ശ്ലോകത്തിൽ കൃഷിഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. എന്താണ് ശൂദ്രൻ്റെ ലക്ഷണം? എന്താ? വൈശ്യൻ്റെ ലക്ഷണം എന്താ? കൃഷി ഗൗരക്ഷ്യ വാണിജ്യം. കൃഷി, ഫാമിംഗ്, കൃഷിയിൽ താല്പര്യമുണ്ട്. ജന്മം കൊണ്ട് ജാതി ബ്രാഹ്മണനാ, പക്ഷെ കൃഷിയിൽ താല്പര്യമുണ്ട്. അപ്പോൾ അവൻ ആരാ? ബ്രാഹ്മണനാണോ? അല്ല. അപ്പോൾ കൃഷിയിൽ താല്പര്യമുള്ള, അതുപോലെ ഫാമിങ്ങിൽ, ഡയറി ഫാം, പശു, ആട്, കോഴി, മാഞ്ചിയം തുടങ്ങിയിട്ടുള്ള സകലതും, വാണിജ്യം, ബിസിനസ്, അതൊക്കെ ആരുടെയാണ്? കൃഷി ഗൗരക്ഷ്യ വാണിജ്യം സ്വഭാവജം വൈശ്യകർമ്മ. സ്വാഭാവികമായ വൈശ്യൻ്റെ കർമ്മമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതല്ലേ 3-ാമത്തെ സെക്ടർ?
എന്താണത്? ബിസിനസ്. വേണ്ടേ അത്? മോശപ്പെട്ടതാണോ? മറ്റേതിനേക്കാൾ മോശമാണോ ഇത്? അല്ല, ഇതെല്ലാം 4 പില്ലേഴ്സാണ്. പശുക്കളെ വളർത്തൽ അതിൻ്റെ വലിയ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ഒരു എന്താ പറയുക, കന്നുകാലികളെ കൊണ്ട് ഉണ്ടാക്കുന്ന വലിയ, അതിൻ്റെ ലോകത്തെ ഏറ്റവും കൂടുതൽ തോൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. എല്ലാ ലെതർ ഉൽപ്പന്നങ്ങൾക്കും അല്ലേ, എന്തൊക്കെ ലെതർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വില? ഇവിടുന്നാണ്, ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുടെ എന്ന് പറഞ്ഞാൽ പശു, എരുമ, പോത്ത്, കാള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. പിന്നെ മുഴുവൻ തൊലി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നമ്പർ 1 ഇന്ത്യ. അതുമുതൽ അതിൻ്റെ തുടങ്ങിയിട്ടുള്ള പാലും ചാണകവും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു ബിസിനസ്സാണ്. അപ്പോൾ കൃഷിയുണ്ട്, അതുപോലെ പശു സംരക്ഷണമുണ്ട്, ഇതിൻ്റെ വ്യാപാരങ്ങൾ. ഇത് വൈശ്യൻ്റെ കർമ്മമാകുന്നു. എല്ലാ ബിസിനസ് ആക്ടിവിറ്റിയും, വാണിജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. എടുക്കുക, കൊടുക്കുക, മേടിക്കുക, എല്ലാം. എന്തെന്ത്, അത് നിങ്ങൾ പൂക്കൊടുക്കുകയാണെങ്കിലും പൂക്കടയാണെങ്കിലും എന്താണത്? വൈശ്യകർമ്മമാണ്. എന്ത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ പൂജാതി കർമ്മം ചെയ്ത് എന്താ പറയുക, കൂലി മേടിക്കുമ്പോഴും അവിടെ ജോലിയും കൂലിയും തന്നെയാണ്. ഏതിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ഉണ്ട്. ചിലർക്കത് ഉപജീവന മാർഗം തന്നെയാണ്. അപ്പോൾ കൃഷി, ഗൗരക്ഷ്യ, വാണിജ്യം, സ്വഭാവജം വൈശ്യകർമ്മ, അതാണ് വൈശ്യൻ്റെ കർമ്മം. പരിചര്യാത്മകം ശൂദ്രസ്യ സ്വഭാവജം കർമ്മ, എന്നാൽ പരിചരണമാണ്. അപ്പോൾ ഈ പരിചരണം എന്നുള്ളത് ആവശ്യമല്ലേ? ഈ IAS, IFS എല്ലാ സിവിൽ സർവീസും ശൂദ്രൻ്റെ കർമ്മമാണ്. എല്ലാം എന്താണ്? നമ്മുടെ ഒരു സിറ്റിയുടെ ശൂദ്ര നേതാവായിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലക്ടറാണ്. പൊളിറ്റീഷ്യൻസ് എല്ലാവരും ശൂദ്രന്മാരാണ്. അതിൽ ചില പൊളിറ്റീഷ്യൻസ് പറയും എനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണനാവും. അത് വിവരക്കേടാണ്. സേവ, നിങ്ങൾ പൊളിറ്റീഷ്യൻസ് എന്താ ചെയ്യുന്നത്? ജനങ്ങളെ സേവിക്കുന്നു. നിങ്ങൾ ഓഫീസിൽ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും, ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ ശൂദ്രനാണ്, ഡോക്ടേഴ്സ് ശൂദ്രന്മാരാണ്, എൻജിനീയേഴ്സ് ശൂദ്രന്മാരാണ്. കാരണം എല്ലാ സിവിൽ സെക്ടറും ഈ പറഞ്ഞ സർവീസ് സെക്ടറും ശൂദ്രന്മാരുടെ ജോലിയാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ വെറും കക്കൂസ് കഴുകുക എന്നുള്ളതല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാറ്റിലും ഇല്ലേ? ഇതെല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾ മിലിറ്ററിയിൽ വന്നു, മിലിറ്ററി എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിലിതെല്ലാം ഉണ്ട്. അതിൽ ബിസിനസ് ആക്ടിവിറ്റി ഉണ്ട്. ഈ പറഞ്ഞ അതിൽ തന്നെ സെക്യൂരിറ്റി സർവീസ് ഉണ്ട്, അതിൽ ഇൻ്റലക്ച്വൽസ് ഉണ്ട്, അതിലും ഈ പറഞ്ഞ അടിച്ചുവാരലും തുടയ്ക്കലും മുതലായിട്ടുള്ളതെല്ലാം ഉണ്ട്. ഇത് വേണ്ടതാണോ? ഇപ്പം സേവനം എന്ന് പറയുന്നത് ഇവിടെ അടിച്ചുവാരി തുടയ്ക്കുക എന്നല്ല പറഞ്ഞത്. എന്താണ്? പരിചരണം എന്നാണ്. നഴ്സിംഗ് ആവശ്യമില്ലേ നമുക്ക്? നിങ്ങൾ ജന്മം കൊണ്ട് എന്തോ ആയിക്കോളൂ, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ഡോക്ടറാണ്, നേഴ്സാണ്, കളക്ടറാണെങ്കിലൊക്കെ ആരാണ്? നിങ്ങൾ ശൂദ്രനാണ്. കാരണം ജോലിയിലാണിത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അടുത്ത ശ്ലോകം കൊണ്ട് എന്ത് മനോഹരമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 കാറ്റഗറി ആവശ്യമില്ലേ? 4 ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ഈ 4. ഏത് മോസ്റ്റ് മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റി നിങ്ങൾക്ക് ഈ 4നെ മാറ്റി നിർത്താൻ പറ്റുമോ? നിങ്ങൾ പല പേരുകൾ വിളിക്കുന്നു. ഇത് പണ്ട് ഇങ്ങനെ ഒരു പേര് വിളിച്ചു, അത്രയേ ഉള്ളൂ.
മനോഹരമായിട്ടുള്ള പേരാണ്. പക്ഷേ അതേ പേരിൽ വ്യാജന്മാർ ഈ തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ, ഒരാളുടെ പേരിൽ വേറൊരു വ്യാജൻ വന്ന് അതേ പേരിൽ തെരഞ്ഞെടുപ്പ് എന്തിനാ, അയാളുടെ വോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ വ്യാജന്മാരാണ്. അത്രയേ ഉള്ളൂ. അത് എക്കാലത്തും എല്ലായിടത്തും വ്യാജന്മാരുണ്ടായിട്ടുണ്ട്. സാക്ഷാൽ ഭഗവാന്റെ കഥ പറയുമ്പോൾ വേറൊരു വ്യാജ ഭഗവാൻ ഉണ്ടായി. ആ വ്യാജ ഭഗവാന്റെ പേരാണ് വാസുദേവൻ. വേറൊരു വാസുദേവൻ, വെറും വാസുദേവനല്ല, മൂപ്പരുടെ പേര് പൗണ്ഡ്രക വാസുദേവൻ എന്നാണ്. പക്ഷെ മൂപ്പര് പറഞ്ഞു ഞാനാണ് ഒറിജിനൽ എന്ന്. അങ്ങനെ ഇവനൊരു കറക്ക് കമ്പനി സുദർശന ഏക്കറൊക്കെ ആയിട്ട് ആളെ പറ്റിക്കാൻ തുടങ്ങി. എന്നിട്ട് കൃഷ്ണനെ തെറി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ പൗണ്ഡ്രകൻ്റെ അടുത്ത് കൃഷ്ണൻ വന്നു. അപ്പോൾ മൂപ്പര് പൂരത്തെറി, നീ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, വ്യാജനാണെന്നൊക്കെ പറഞ്ഞിട്ട്, നീ ഇതൊക്കെ വെച്ച് കീഴടക്കണം എന്ന് പറഞ്ഞു, ആളെ പറ്റിക്കരുത്. കൃഷ്ണൻ പറഞ്ഞു ആവട്ടെ, ഞാനിതാ എൻ്റെ സുദർശനം അവിടേക്ക് സമർപ്പിക്കുന്നു. മൂപ്പര് സുദർശനം അങ്ങോട്ട് സമർപ്പിച്ചു. അതോടുകൂടി പൗണ്ഡ്രകൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം നമുക്ക് കാണാം. ഇവിടെയുണ്ട്. അത്രയേ ഉള്ളൂ. രണ്ടും രണ്ടാണ്. ഇത് രണ്ടും രണ്ടാണെന്ന് പറയാൻ കാരണം നിങ്ങൾ ഈ പറയുന്ന ജാതി ബ്രാഹ്മണർ കാണിക്കുന്ന തോന്നിവാസം കൊണ്ട് ഇത്തരം ഒരു ക്ലാസിക് ആയിട്ടുള്ള ഈ കൃതിയെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. അതിലേക്ക് ആളുകൾക്ക് ശ്രദ്ധയില്ലാതെ വരുന്നു. ആളുകൾ അതിലേക്ക് കടക്കുന്നേ ഇല്ല. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അപമാനിച്ച ഗ്രന്ഥമാണെന്ന് പറഞ്ഞു ഒരുത്ത തേരാപ്പാര. ഇത് വല്ലതും പഠിച്ചതാണോ മനസ്സിലാക്കിയതാണോ എന്ന് ചോദിച്ചാൽ അതാണ് കോമഡി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും രണ്ട് കഷ്ണം കേൾക്കുമ്പോൾ ഇപ്പം അങ്ങനെയാണല്ലോ. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ എന്താ പറയുക ഡോക്ടറേറ്റ് എടുക്കുന്നത്. അപ്പം ഈ നാലിനെ ഈ ഗീത പറഞ്ഞ അതേപോലെ നമ്മൾ വലിയ വ്യാഖ്യാനത്തിലേക്കൊന്നും അല്ല പോകുന്നത്. ഇതിൽ പറഞ്ഞു നോക്കൂ, കൃഷി ഗൗരക്ഷ്യ വാണിജ്യം. കൃഷി എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിക്ക് ഇപ്പോൾ പഴയ കാലത്തെ കൃഷിയുടെ അതേ വ്യാഖ്യാനമാണോ ഇപ്പം? അല്ലല്ലോ. കൃഷി മാറിക്കഴിഞ്ഞു. എന്തൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നു, ഓരോ സീസണിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. പണ്ട് വെറും തെങ്ങും തോപ്പാണെങ്കിൽ തെങ്ങ് മാത്രം, അങ്ങനെയല്ലല്ലോ. ഇടവിളകൾ ഓരോന്നുണ്ടല്ലോ. ആ കൃഷി ആരാ ചെയ്യുന്നത്? ഇപ്പോൾ റിലയൻസ് ഒക്കെയാണ് കൃഷിയുടെ വലിയ ആൾക്കാർ. വൻ കൃഷിയാണ്. കുത്തകകളാണ് ഇപ്പോൾ കൃഷിയിൽ ഇറങ്ങിയിരിക്കുന്നത്. ബിസിനസ്സുകാരാണ്. ചെറിയ ഒരു 4 തക്കാളിയൊന്നുമല്ല. നമ്മളത് ഒരു വ്യാപാര അടിസ്ഥാനത്തിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈശ്യനാണ്. നിങ്ങൾ ജാതി ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ വൈശ്യവൃത്തി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതേപോലെ പരിചരണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശൂദ്രനാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടവൻ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചു. അതാണ് ഈ കുഴപ്പം. അതെന്തോ ഏറ്റവും താഴേക്കിടയിലുള്ള എന്തോ ഒരു വൃത്തികെട്ട ആളുകളെ ചവിട്ടിത്തേക്കാൻ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അങ്ങനെയാണ്. കാരണം ഈ വിദ്വാന്മാർ തന്നെ പറയാറുണ്ട്, ഈ പറഞ്ഞ ജാതി ബ്രാഹ്മണന്മാരുടെ ചില ആചാരങ്ങളും കർമാനുഷ്ഠാന പദ്ധതികളൊക്കെ ഉണ്ട്. എല്ലാം ഭൂലോക മണ്ടത്തരങ്ങളാണ്. അവർ പറയുന്ന ഒന്നാണ് കടൽ താണ്ടിയവൻ ശൂദ്രൻ എന്ന്. അവരുടെ ശൂദ്രൻ അതാണ്. കടൽ താണ്ടിയവൻ ശൂദ്രൻ. അതുകൊണ്ടാണ് ഈ ശങ്കരാചാര്യന്മാരൊന്നും കടൽ താണ്ടാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ വിഷ്ണുനാരായണ നമ്പൂരി സാറ് ഇംഗ്ലണ്ടിൽ പോയി തിരിച്ച് വന്ന് 93 ശ്രീവല്ലഭത്ത് ശാന്തി ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ അദ്ദേഹത്തെ ഉപരോധിച്ചത്. ഇല്ല, നിങ്ങൾ കടൽ താണ്ടി, അതുകൊണ്ട് നിങ്ങൾ ശൂദ്രനായി കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് പൂജ ചെയ്യാൻ അധികാരമില്ല എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇവന്മാർ ഈ ശൂദ്രൻ്റെ ലക്ഷണം പഠിച്ചത് ഗീതയിൽ നിന്നാണോ? അമ്പലം ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവന്മാർ ജീവിക്കുന്നത്. സമൂഹത്തിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള ഡാമേജ് എത്രയെന്നാണ് വിചാരം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അല്ലേ പറയുമ്പോൾ വിഷ്ണുനാരായണ നമ്പൂരി സാറിനെ പോലെ ഒരാൾ, ജ്ഞാനികളുടെ ജ്ഞാനി,
നമ്മൾ അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുന്ന, കണ്ട് നമസ്കരിക്കുന്ന, നമുക്ക് നല്ല ബന്ധമുള്ള സാറാണ്. ശബരിമല വിഷയത്തിലൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്, ഞാനും ഭാര്യയും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി തൊഴുത സ്ഥലമാണ്. അപ്പോൾ കടൽ താണ്ടിയവൻ ശൂദ്രൻ, അത് ഈ ശങ്കരാചാര്യരും, ഏത് ഒറിജിനൽ ശങ്കരാചാര്യരല്ല, അല്ലാത്ത ശങ്കരാചാര്യർ. നമ്മൾ ആശ്രമത്തിൽ പഠിക്കുമ്പോൾ ഇവരവിടെ വന്നിരുന്നു. ശങ്കരാചാര്യരുടെ അമ്മാത്താണ് ഞങ്ങളുടെ വേദപഠനം ഉണ്ടായത് മേൽപ്പാഴൂർ മനയിൽ. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അവിടെ ഇരുന്ന് ശങ്കരകൃതികളും ഈ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളും പഠിക്കാൻ വലിയൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും സാർത്ഥകമായത് എണ്ണാവുന്നത് അതാണ്. അപ്പോൾ അവിടെ വന്നിരുന്നു ഇവർ. ഞങ്ങൾ വളരെ കാര്യമായിട്ടാണ് സ്വീകരിക്കുന്നതൊക്കെ. തോടകാഷ്ടകമൊക്കെ ചൊല്ലിയിട്ട്, തോടകാഷ്ടകം ശങ്കരാചാര്യരെ പുകഴ്ത്തുന്നതാണ്. വിദിതാഖില ശാസ്ത്രസുധാ ജലധേ महितोपनिषत्कथितार्थनिधे हृदये कलये विमलं चरणं भवशङ्करदेशिकमे शरणं ഭവശങ്കരദേശിഖമേ ശരണം. ഇതൊക്കെ ചൊല്ലി ഞങ്ങളിങ്ങനെ മൂപ്പരെ വരവേൽക്കുമ്പോൾ മൂപ്പര് ഞങ്ങളിത് തുടങ്ങുമ്പോഴേക്കും മതി നിർത്തിക്കോളാൻ ആലോചിച്ച് നോക്കണേ. ഇതൊരു മൂപ്പരിങ്ങനെ ഇതെത്ര ഉണ്ട് മൊത്തം സ്ഥലം, ഒരു ബ്രോക്കർ വന്ന് മൊത്തം കച്ചവടമാക്കാൻ വന്ന പോലെ. അപ്പോഴേക്കും നമുക്കിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴാൻ തുടങ്ങി. നമ്മുടെ ഈ തോടകാഷ്ടകം ചൊല്ലലൊക്കെ മൂപ്പർക്കൊരു എന്താ പറയുക, ശല്യം. അങ്ങനെ നമ്മളവിടെ ആചാര്യസ്വാമികൾ ജനിച്ചു എന്ന് സങ്കല്പിക്കുന്ന മുറിയുണ്ട്, പ്രസവം അവിടെ നടക്കുന്ന ആര്യാമ്പയുടെ. അങ്ങനെയാണ് ആര്യാമ്പയുടെ ഇല്ലത്തെ കാലടിയല്ല ശരിക്കും, ആര്യാമ്പയുടെ ആര്യാമ്പയുടെ അമ്മാത്ത് എന്ന് പറയുന്ന വീടാണത്. നിങ്ങളെപ്പോഴെങ്കിലും ഈ എറണാകുളത്തൊക്കെ ഉള്ളവരൊന്ന് പോകണം. മേൽപ്പാഴൂർ മന എന്ന് പറയും, പിറവം. നമുക്ക് എത്ര പേര് എറണാകുളത്തൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് അറിയാം. ഇതുവരെ ഒന്നും അവിടെ പോകാത്തവർ പറയുമ്പോൾ വലിയ ശങ്കരാചാര്യരോട് വലിയ മതിപ്പും അതും ഇതൊക്കെ ഉള്ളതാണ്. നമുക്ക് ഇത്രയും വലിയൊരു ആധ്യാത്മിക പുരുഷന് ജന്മം നൽകിയ സ്ഥലം. അവിടെ നിന്ന് പോയി അവിടെ നിന്ന് എന്താ പറയുക, അവിടെ കെടാവിളക്ക് ഉണ്ട്. നമ്മുടെയൊക്കെ ഡ്യൂട്ടി ആയിരുന്നു ആ കെടാവിളക്കൊക്കെ എന്നും. അതുപോലെ അവിടെ ഞങ്ങൾ ആശ്രമത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവയ്ക്കും. പറയുമ്പോൾ ഓർമ്മ വരിക. കാരണം നമുക്ക് ഒരു നേരം ഭക്ഷണമുള്ള ദിവസം ഉണ്ടായിരുന്നു, ഒരു നേരം കുറച്ചു കാലം. അപ്പോൾ ശങ്കരാചാര്യർ അവിടെ മുറിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ നമ്മുടെ പാചകം അടുക്കളയിലെ രാമേട്ടനുണ്ട്, ഇവരാണ് ഇത് പ്ലേറ്റിൽ എടുത്തു തരിക, നമ്മളാണ് കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമ്മൾ രാമേട്ടനോട് പറയും, രാമേട്ട ശങ്കരാചാര്യർക്ക് കുറച്ചുകൂടെ വയ്ക്കൂ. അപ്പോൾ രാമേട്ടൻ പറയും, എനിക്കറിയാം ഇത് ഏത് ശങ്കരാചാര്യർക്കുള്ളതെന്ന്. അത് കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രസാദമാണല്ലോ, പിന്നെ നമ്മൾ ശാപ്പിടും, വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ മുറിയിൽ പോയി ഇരിക്കും. അവിടെ ഇരുന്നിട്ടാണ് ഇതെല്ലാം പഠിച്ചതെല്ലാം വീണ്ടും ചൊല്ലുന്നതൊക്കെ. അപ്പോൾ അവിടെ ഒരിക്കലെങ്കിലും നിങ്ങൾ പോകണം. അവിടുന്ന് അടുത്ത പിറവെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എറണാകുളം പോകുമ്പോൾ പേപ്പതി എന്ന് പറയും, പേപ്പതി ജംഗ്ഷനിൽ കാണാം ആദിശങ്കര നിലയം, ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ. അവിടെ ഇപ്പോൾ വലിയ എന്താ ലൈബ്രറിയും അതും ഇതുമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഒരു കോഴ്സ് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ, വേദാന്ത പഠനം. അപ്പോൾ പറഞ്ഞു വന്നത് ആ മുറി ഞങ്ങൾ വളരെ സീക്രട്ടായിട്ട് കാണുന്ന മുറി. മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞതോട് മൂപ്പർക്കൊരു ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് നേരെ താഴെ വന്ന് പ്രസാദം അമ്പലത്തിൽ, അവിടെ സ്വയംഭൂ അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെയാണ് ഏറ്റവും വലിയ കോമഡി. നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, പറയല്ല, എഴുതിയിട്ടുണ്ട് മാതൃഭൂമിയിൽ. അത് നമ്മുടെ ഉള്ളിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, നേരിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. എന്നിട്ട്
അദ്ദേഹത്തിന് അവിടുത്തെ പാവം തിരുമേനി, ചെറിയ പയ്യനാണ് മൂപ്പര്, വളരെ നല്ല ഇതുള്ള ആളാണ്. അദ്ദേഹം പ്രസാദം ഇതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ചിലപ്പോൾ ശ്രീകോവിലിനകത്ത് കയറും എന്നൊക്കെ പറഞ്ഞു. അകത്തൊന്നും കയറില്ല, മുമ്പ് പുറത്തിങ്ങനെ നിന്നിട്ട് അപ്പോൾ വലിയ തൂശനിലയിൽ പ്രസാദമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക, കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊടുക്കുകയാണ്, അദ്ദേഹം വാങ്ങുന്നില്ല. ബ്രാഹ്മണ വാ, അദ്ദേഹത്തിനോട് ചോദിക്കുക, ബ്രാഹ്മണ വാ, ഇയാൾക്ക് എന്താ ചോദിക്കുന്നത് തന്നെ മനസ്സിലായില്ല, ആകെ പേടിച്ചു പോയി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സ്വാമിജി ഉണ്ടായിരുന്നു. ആ ആ എന്ന് പറഞ്ഞു, എന്നെ വേദം എന്നെ കുലം എന്നൊക്കെ 2-3 ചോദ്യം ചോദിച്ചപ്പോൾ ആ പേടിച്ചു പോയി. മേടിച്ചില്ല. അദ്ദേഹം പ്രസാദം ഈ ആളുടെ അടുത്തുനിന്ന് ഒന്ന് നോക്കണം. ധർമ്മശാസ്ത്രത്തിന് അങ്ങേയറ്റം വിരുദ്ധം, അതാരോ ആകട്ടെ. ഭഗവത് സങ്കല്പത്തിൽ പൂജ ചെയ്ത് ആ പ്രസാദം അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് മേടിക്കണ്ടേ? ഇത് കഴിഞ്ഞിട്ട് അങ്ങ് ഒരു ഭീമാ ജ്വല്ലറിയിൽ എന്തോ ഒരു ഉദ്ഘാടനത്തിന് പോവുകയാണ്. അവിടെ ഓരോരുത്തർക്ക് പൂജിച്ച കോയിൻ എടുത്തു കൊടുക്കുക. അവരോട് ചോദിക്കുമോ ബ്രാഹ്മണവാ എന്ന്? അന്നേ നമുക്ക് ഈ പറഞ്ഞ ഈ ആളോട് അങ്ങേയറ്റം അറപ്പും വെറുപ്പുമാണ് സത്യസന്ധമായിട്ടുണ്ടായത്. പിന്നെ ജയലളിത അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയപ്പോൾ നമുക്ക് ഒരു സമാധാനമായി, നമ്മുടെ ചിന്ത ശരിയായിരുന്നു എന്നുള്ളത്. എന്തോ ചില ശാപം എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പം അന്ന് ഇദ്ദേഹം ഇത് ചോദിക്കുമ്പോൾ ബ്രാഹ്മണവാ ആ ആ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു ചുറ്റി ഇറങ്ങി കാറിൽ കയറി. ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത് എന്തെങ്കിലും സംസാരിക്കുന്നു ഞങ്ങൾ കരുതി. അപ്പം ഞങ്ങളോട് എന്തെങ്കിലും ശങ്കരാചാര്യരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളിവിടെ വളരെ ഭാഗ്യം ചെയ്തവരാണ് എന്നൊക്കെ പറഞ്ഞ് 2 ശ്ലോകമൊക്കെ ആചാര്യസ്വാമികളുടെ 2 ശ്ലോകമൊക്കെ ചൊല്ലി തന്നെ പറയാം. ഒന്നുമില്ല. പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വാമിജിയോട് ചോദിച്ചു. അപ്പം അപ്പം വിവേക ചൂടാമണിയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണത്. ആ വിവേക ചൂടാമണിയിലെ ഒറിജിനൽ ശങ്കരൻ പറയുന്ന അതന്ന് രാവിലെ അത് പഠിച്ചതാണ്. ആ ഭാഗമാണ്. എന്താണ്? ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തിയത് ബ്രഹ്മ തത്വമസി ഭാവയാത്മനി. സാക്ഷാൽ ശങ്കരൻ പറയുന്നതാ. ജാതി നീതി കുലം ഗോത്രം നാമം രൂപം ഗുണം ദോഷം വർജിതം, ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. എന്നിട്ടോ ദേശകാല വിഷയാതിവർത്തിയത്, ദേശകാലങ്ങളെ വിഷയങ്ങളെ അതിവർത്തിച്ചിട്ട് യാതൊന്നുണ്ടോ അത് തത് ത്വം അസി, നീ അതാകുന്നു എന്ന് ഇതി ഭാവയ ആത്മനി. അപ്പം നമ്മൾ സ്വാമിജിയോട് ചോദിക്കുക, നമ്മളെ പഠിപ്പിക്കുന്ന സ്വാമിജിയോട് ചോദിക്കുകയാണ്, ആത്മാജിയോട് ചോദിക്കുക, സ്വാമിജി ഇതെന്താ ഇങ്ങനെ എന്ന്. സ്വാമിജി അപ്പോൾ പൊട്ടിച്ചിരിച്ചു. സ്വാമിജി പറഞ്ഞു, നിങ്ങളാരെങ്കിലും ഇവരാരെങ്കിലും നമ്മുടെ ചിന്മയാനന്ദ സ്വാമികൾ രാമകൃഷ്ണ മിഷനിലെ ആചാര്യന്മാർ ധർമ്മപ്രചരണങ്ങൾ ജനങ്ങളിലേക്ക് ലോകം മുഴുവൻ ഓടി നടന്ന് ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ശങ്കരാചാര്യന്മാർ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്നത്തെ ശങ്കരാചാര്യന്മാരുടെ മെയിൻ ജോലി ഈ ജ്വല്ലറികൾ, ധനികരുടെ വീട്ടിൽ പോവുക, അവരുടെ പൂജാമുറി പോവുക, ഇങ്ങനെ എന്നിട്ട് അവിടുന്ന് ദക്ഷിണ മേടിക്കുക, ഷാപ്പിടുക, പോവുക. അപ്പം അന്ന് നമുക്കൊരു ഇത് തോന്നി. പിന്നീട് ഈ ജയലളിത അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ 108 ദിവസത്തെ ഗീതാജ്ഞാന യജ്ഞം കൊച്ചിയിൽ നടക്കുന്നത്. അന്ന് ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആൾക്കാർ വന്നിട്ട് നമ്മളോട് എന്തോ ചോദിച്ചു. അപ്പം നമ്മൾ ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു കോട്ട് അവരോട് പറഞ്ഞു. സ്വാമിജി പറയുന്നുണ്ട്, പോലീസ് വേഷത്തിൽ ആരെങ്കിലും മോഷണം നടത്തിയാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ഉത്തരവാദിയല്ല. എന്നിട്ട് നമ്മൾ ചിരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടേതായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പം ഇത് ഒരു കാര്യമായിട്ട് എഴുതി. അതാണ് നമ്മളെ ചിന്മയാ മിഷനിൽ ആദ്യം പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ വെടി. ശങ്കരമഠം ചിന്മയാൻ മിഷൻ്റെ ഹെഡായിട്ടുള്ള തേജമാൻ സ്വാമികളോട് പറഞ്ഞു, അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ കേസ് എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അത് ചെയ്യണം.
അവസാനം നമ്മൾ മാപ്പ് എഴുതി കൊടുക്കുക എന്നുള്ള മട്ടിലൊരു കോംപ്രമൈസിൽ സ്വാമിജി എത്തി. അതുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നമ്മളോട് സ്വാമിജി ചോദിച്ചു, നിങ്ങളിത് പറഞ്ഞതാണോ ഇത്? നമ്മൾ പറഞ്ഞു അതെ, ഗുരുദേവനെ ചിന്മയാനന്ദ സ്വാമികളെ കോട്ട് ചെയ്തതാണ്, അത്രയേ ഉള്ളൂ. അല്ല പത്രങ്ങൾ വെറുതെ എഴുതിയോ? അല്ലല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ശങ്കരാചാര്യർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സനാതന ധർമ്മത്തിൻ്റെ മുഴുവൻ വീഴ്ചയും അതെങ്ങനെയാവുന്നു? നമ്മളെ പ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ട്. നാളെ നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ഭഗവത്ഗീത തെറ്റാണെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല, ഒരിക്കലും അല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കോണ്ടസ്റ്റിൽ സ്വാമിജി നമ്മുടെ ഗുരുവായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞതിന് നമ്മൾ കോട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതിൽ നമ്മൾ കേമൻ എന്നുള്ള അർത്ഥമൊന്നും അതിനില്ല. അല്ല, അത് അവർക്ക് വലിയ അവമാനം ഉണ്ട്. ഇത് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ജയിലിലായതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. എന്നാൽ ജയലളിതയ്ക്കെതിരല്ലേ നടപടി എടുക്കേണ്ടത്? അപ്പം നമ്മൾ ഇത് ചെയ്യണം. നമ്മൾ പറഞ്ഞു അങ്ങനെ മാപ്പ് എഴുതേണ്ട കാര്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഞാനത് പറഞ്ഞതാണ്. പറഞ്ഞതിൽ അവസാനം അത് ഭയങ്കരതായിട്ട് പിന്നെ വേറൊരു സ്വാമി, ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഹെഡ് മൂപ്പര് നമുക്ക് വേണ്ടി ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ പറഞ്ഞു നമുക്കതിൽ യാതൊരു പങ്കുമില്ല. ഓർഗനൈസേഷൻ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഇതുണ്ടാവും, അഭിപ്രായങ്ങൾ പറയാൻ. മിഷൻ വിട്ടതിന് ശേഷമുള്ള നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ മിഷനിൽ ഇരിക്കുമ്പോൾ പറയുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സംഘർഷങ്ങളാണ്. ഓർഗനൈസേഷൻ എപ്പോഴും പല വിധത്തിലുള്ള ഇത്തരം പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒന്നാണ്. പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നതായി ഈ ഘടകങ്ങളാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ നമ്മൾ പറഞ്ഞത് ആ ഒരു അപ്പം നമ്മൾ നോക്കണം. അപ്പോൾ ശങ്കരാചാര്യർ എന്ന് പറയുമ്പോൾ ആ ഒരു ശങ്കരാചാര്യരുടെ പ്രതീകമാണ്. ശങ്കരാചാര്യ ടീച്ചിങ് ആയിട്ട് ആ ആൾക്ക് ബന്ധം വേണ്ടേ? വേണം. അതുകൊണ്ട് ബ്രാഹ്മണൻ്റെ ലക്ഷണം പറയുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിലേക്ക് പോകരുത്. ക്ഷത്രിയൻ്റെ പറയുമ്പോഴും ശൂദ്രൻ്റെത് പറയുമ്പോഴും. അപ്പോൾ നമ്മൾ തന്നെ കൈകളെ കൊണ്ട് എടുക്കുകയും കൊടുക്കുകയും ഒരാളെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നമുക്ക് ആരെങ്കിലും അസുഖമായി കിടക്കുന്ന സമയത്ത് നമ്മൾ പരിചരിക്കുന്നു. അപ്പോൾ എന്ത് ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്? ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പേരാണ് എന്താണ്? ശൂദ്രസ്യ സ്വഭാവജം എന്നത്. അത് മോശപ്പെട്ടത് എന്നല്ല. അങ്ങനെ അതിനെ ഇവിടെ ഭഗവാൻ പറയണു. അതിനെ ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കർമ്മങ്ങളെ കുറിച്ച് ഭഗവാൻ വീണ്ടും പറയുക. ഇതാണ് 45-ാമത്തെ ശ്ലോകത്തിൽ. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭതേ നരഃ സ്വകർമ്മ നിരതസിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. സ്വേ സ്വേ കർമ്മണി അഭിരതഃ. സ്വേ സ്വേ അവനവനിലുള്ള ആ കർമ്മത്തിൽ, സ്വകർമ്മത്തിൽ, അഭിരതഃ തൽപരനായിട്ടുള്ള നരഹ മനുഷ്യൻ, സംസിദ്ധിം ലഭതേ അവന് ആ പരമഗതിയെ പ്രാപിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അവൻ ആ സ്വഭാവത്തിനനുസൃതമാണ്. ഏതൊരു ഗുണത്താൽ പ്രഭാവിതനാണോ ആ ഗുണത്തിനനുസൃതമായ കർമ്മങ്ങൾ അവൻ ചെയ്യുന്നു. അതാ കർമ്മം ചെയ്യട്ടെ അവൻ. എന്നിട്ട് എന്തു ചെയ്യുന്നു? അവൻ സംസിദ്ധിം ലഭതേ അവൻ ആ പരമമായ സിദ്ധി ലഭിക്കുന്നു. സ്വകർമ്മനിരതഃ സ്വകർമ്മത്തിൽ നിരതനായിട്ടുള്ള, സ്വകർമ്മ തത്പരനായിട്ടുള്ള അവൻ യഥാസിദ്ധിം വിന്ദതി യാതൊരു പ്രകാരത്തിലാണോ സിദ്ധിയെ നേടുന്നത്, തത് അതിനെ നേ ശൃണു എന്നിൽ നിന്ന് നീ കേട്ടാൽ എന്ന് ഭഗവാൻ പറയുക. എങ്ങനെയാണ് ഇവർ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളിലൂടെ സിദ്ധിയെ പ്രാപിക്കുന്നത്? ഇതിൽ ഇന്നത് കേമപ്പെട്ട കർമ്മമാണ്, മറ്റേത് കുറച്ചുകൂടെ കേമാണ്, മറ്റേത് അതിനേക്കാൾ കുറച്ചുകൂടെ, അങ്ങനെ 100 മാർക്ക് 75 മാർക്ക് 50 മാർക്ക് ജസ്റ്റ് 25 മാർക്ക്, അങ്ങനെയല്ല. മാർക്കൊന്നും ഇവിടെ ഇട്ടിട്ടില്ല. നോക്കാം ഭഗവാൻ എന്താ പറയാൻ പോണത് എന്ന് നാളെ.
ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.